ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അത് 100% ഉറപ്പാണ്. ഈ 10 വർഷത്തിനുള്ളിൽ നന്നായിട്ട് ഒരു രാത്രി ഉറങ്ങിയ ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ആംബുലൻസ് ഫീൽഡിൽ വന്ന ആരും പിന്നീട് മറ്റൊരു ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ആംബുലൻസ് എമർജൻസി ആയിട്ട് ഇത്രയും വലിയ സൈറനും ഹോണും മുഴക്കി വന്നാൽ പോലും അവർക്ക് ആ വണ്ടി ഒന്ന് ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല. അഥവാ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടിക്കകത്തുള്ള ആരും രക്ഷപ്പെടത്തില്ല. കാര്യം നമ്മളെപ്പോഴും കാണുന്നത് രക്തവും മോശമായ ഒരു മനുഷ്യൻ്റെ മോശമായ സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്പീഡ് ക്യാമറകളൊക്കെ ഉണ്ട്. ഇത് ഈ ആംബുലൻസുകൾക്ക് ബാധകമാണോ? നോർമൽ ഹോണേ വയ്ക്കാൻ പറ്റത്തുള്ളൂ ആംബുലൻസിന്. പക്ഷെ അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു അശ്രദ്ധ ആരെങ്കിലും കാണിച്ചാൽ മതി, നമ്മൾ അത്രമാത്രം സ്പീഡിലാണ് വരുന്നത്. ഈ എല്ലാം മനുഷ്യരല്ലേ, അപ്പം നമുക്ക് എല്ലാവരും മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയല്ല, കൂടെ കയറി ചെന്ന് ഇത് എടുത്തുകൊണ്ട് വരുന്നതൊക്കെ വലിയ പാടാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് പെട്ടുപോകും. കാര്യം റോഡിലൊക്കെ ആന ഇറങ്ങി നിൽക്കും, പതിവായിട്ട് ആന ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം ശരീരം എന്ന് പറഞ്ഞാൽ തലഭാഗം മാത്രം നല്ല ക്ലിയർ ആയിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി താഴോട്ട് പുലി തിന്നു. ബംഗാൾ സ്വദേശികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവർ പൈസ തരത്തില്ല, പ്രശ്നമാണെന്നൊക്കെ. ഒന്നുമല്ല, അവർ കാണിച്ച സ്നേഹം എനിക്ക് തോന്നുന്നു മലയാളികൾ പോലും കാണിച്ചിട്ടില്ല. തമിഴ്നാട് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നമ്മുടെ വണ്ടി തല്ലി പൊട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ചീത്ത വിളിക്കും. ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കും. നമ്മളൊരു ആംബുലൻസിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജെൻസി പിള്ളേരാണ്. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അത്തരത്തിൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അനു കല്യാണി ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിലൊരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ജീവനും കയ്യിൽ പിടിച്ചൊരു ഓട്ടമാണ് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറായിരുന്നു നേരത്തെ. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് ലാബുണ്ട്, വിഷ്ണു എന്നാ പേര്. അപ്പം അങ്ങനെ അവിടെ ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു ആംബുലൻസിനോടൊക്കെ വാഹനത്തിനോട് വലിയ ക്രൈസാണ്. അപ്പോൾ ഞാനിങ്ങനെ ആംബുലൻസ് ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു ശരി ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഒരു ദിവസം ഒന്ന് ഓടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചെന്നൈൻ്റെ അന്ന് തന്നെ എനിക്ക് റോഡിൽ നിന്ന് ഒരു എമർജൻസി എടുക്കേണ്ടി വന്നു. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞപ്പം എനിക്കൊരു വലിയ ക്രൈസ് തോന്നി. അങ്ങനെ ഞാൻ പുള്ളിയുടെ ആ ലാബിൽ ഒരു 2 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിച്ചു. അതിനുശേഷം ഇപ്പം 8 വർഷമാകുന്നു സ്വന്തമായിട്ട് ഞാൻ കല്യാണി എന്ന് പറഞ്ഞ പേരിലാണ് ആംബുലൻസ് സർവീസ് നടത്തുന്നത്. പത്തനംതിട്ടയാണ് സ്ഥലം, കോന്നി പത്തനംതിട്ട. സാധാരണയായിട്ട് ഈ നമ്മളൊരു വേറൊരു പാസഞ്ചർ വാഹനം ഓടിക്കുന്നത് പോലെ ഈ ആംബുലൻസ് ഓടിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ കൺമുമ്പിൽ ഒരു യാത്രക്കാരൻ കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതിനപ്പുറം ഇവിടെ ഡ്രൈവർക്ക് നിയോഗം എന്ന് പറയുന്നത് അപകടത്തിൽ പരിക്കേറ്റ അത്യാസന്ന നിലയിലായ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് അത്തരത്തിലൊരു കാഴ്ച നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവിചാരിതമായിട്ട് ആംബുലൻസ് ഓടിക്കാൻ പോകുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ എന്താണ് ആദ്യമായിട്ട് തോന്നിയത്? ഞാൻ നിലവിൽ നമ്മൾ ഈ ഓട്ടോ ഓടിക്കുന്ന സമയത്തും ഒരുപാട് ആക്സിഡൻറ്റുകൾ നമ്മൾ ഓട്ടോയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പേടിയൊന്നും ആദ്യമേ നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയപ്പം കുറച്ചുകൂടെ വ്യത്യസ്തമായ വാഹനമാണ്. എപ്പോഴും എമർജൻസിയാണ് കൂടുതലും. നമ്മൾ എമർജൻസിയാണ് പത്തനംതിട്ട കൂടുതലും ഞങ്ങൾ ഓടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഞങ്ങളുടെ വലിയ ഇതായിട്ടുള്ള റോഡൊന്നുമല്ല, പിന്നെ നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഓടിച്ച് കൂടുതലും കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവല്ല, തിരുവനന്തപുരം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് എമർജൻസി കൂടുതലും പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ ഒരു ദൈവഹിതമായിട്ട് പോന്നു. പിന്നെ നമ്മളെ വണ്ടിക്കകത്തുള്ള ആൾക്കാരുടെ സാഹചര്യമൊക്കെ കാണുമ്പം ഓട്ടോമാറ്റിക്കലി നല്ല സ്പീഡിൽ തന്നെ പോകും. റോഡിലൂടെ പോകുമ്പോൾ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ട് എന്താ? പ്രധാന ബുദ്ധിമുട്ട് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ആംബുലൻസ് എമർജൻസി ആയിട്ട് ഇത്രയും വലിയ സൈറനും ഹോണും മുഴക്കി വന്നാൽ പോലും അവർക്ക് ആ വണ്ടി ഒന്ന് ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ പോലെ നമ്മളോടൊരു ഈഗോ ഉള്ള പോലെ ഇവൻ അങ്ങനെ കയറി പോകണ്ടെന്നുള്ള ഒരു ധാരണ. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മളൊരു ജീവനുമായിട്ടാണ് വരുന്നത്, ഇതൊരു ഷോ അല്ല. അപ്പം മാക്സിമം ആംബുലൻസ് കാണുമ്പം ഒന്ന് സൈഡ് ഒതുക്കി 2 സെക്കൻഡത്തെ കാര്യമുള്ളൂ, ഒന്ന് സൈഡ് ഒതുക്കി തന്നാൽ നമ്മൾ ഭദ്രമായിട്ട് അങ്ങ് പോകും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അശ്രദ്ധ ആരെങ്കിലും കാണിച്ചാൽ മതി, നമ്മൾ അത്രമാത്രം സ്പീഡിലാണ് വരുന്നത്. നമ്മുടെ ആ തിരക്കുള്ള ചെറിയ റോഡിൽ ചിലപ്പോൾ 90, 100, 110 സ്പീഡിലൊക്കെയാണ് വരുന്നത്. നമ്മൾ 1 ചവിട്ടോ 9 ചവിട്ടോ ചവിട്ടിയാൽ ഈ വണ്ടി നിൽക്കത്തില്ല. അത് ചെറിയ വണ്ടിയാണ്, നമ്മൾ ഒമിനി, ഈക്കോ അങ്ങനെയുള്ള വണ്ടിയാണ് കൂടുതലും എമർജൻസി ഓടിക്കുന്നത്. അഥവാ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടിക്കകത്തുള്ള ആരും രക്ഷപ്പെടത്തില്ല. ആ ഒരു ഇടിക്കകത്ത് അതുപോലെ സ്പീഡിലാണ് വരുന്നത്. അപ്പം ഈ റോഡിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ആംബുലൻസ് പോലൊരു വാഹനം വരുമ്പോൾ തീർച്ചയായിട്ടും 1 സെക്കൻഡ് നിങ്ങൾ സൈഡിലൊന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കിയാൽ ഞങ്ങൾക്ക് അങ്ങ് പാവെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഞങ്ങളുടെ ആ ബുദ്ധിമുട്ടോടെ മനസ്സിലാക്കണം.
അപ്പോൾ എൻ്റെ ആരുമല്ല, വണ്ടിക്കകത്തുള്ളത് എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ഒന്നുമല്ല, മറ്റാരോ ആണ്. പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് അത്രയും വലിയ എമർജൻസി കൊണ്ടുപോകുമ്പം അവർ നമ്മുടെ ആരൊക്കെയോ ആണെന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ ആണെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് ചിലപ്പോൾ നോർമൽ നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ അനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ സ്പീഡ് കൂടിപ്പോകും. അത്രയ്ക്ക് വലിയ എമർജൻസി നമ്മളൊന്ന് കൊണ്ടുപോയാൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ നമ്മുടെ ജീവൻ നോക്കാറേയില്ല. ഇങ്ങനെ ഈ 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും സ്പീഡിൽ പോയിരിക്കുന്ന ഒരു അത്യാവശ്യം എന്തായിരുന്നു? അത് കൂടുതലും എമർജൻസി തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്. കൂടുതലും ഓടിക്കുന്ന ഒരു 90% നമ്മൾ നല്ല സ്പീഡിൽ തന്നെ പോകുന്ന കേസുകളാണ്. കൂടുതലും നമ്മൾ പിന്നെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ് നമ്മുടെ വീടും നമ്മുടെ പത്തനംതിട്ട ഏരിയ വരുന്നത്. അപ്പോൾ എപ്പോഴും ആക്സിഡൻ്റ് ഉള്ള സ്ഥലമാണ്. കൂടുതലും വലിയ ആക്സിഡൻറ്റുകളാണ്. വലിയ ആക്സിഡൻറ്റ് ഇപ്പം ഈ ഒരു അടുത്തിടയിൽ തന്നെ ഒരു 3 മാസങ്ങളിൽ തന്നെ വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വണ്ടിയാണെങ്കിൽ റോഡിൽ കൂടെ പോയ രാത്രി ഒരു 10:15 ആയപ്പോൾ റോഡിൽ കൂടെ പോയ ഒരാളെ ഇടിച്ചിട്ടിട്ട് മണ്ടയ്ക്കൂടെ വണ്ടി കയറിയിട്ട് ഈ വണ്ടി നിർത്താതെ പോയി. അവർ വിട്ടുപോയി, പേടിച്ചിട്ടും ആകാം എന്തും ആകാം, വിട്ടുപോയി. അത് റോഡിൽ കിടന്നു. അപ്പം മുഖമൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരു അരമണിക്കൂറോളം റോഡിൽ കിടന്നിട്ട് ആരും എടുത്തില്ല, പേടിച്ച്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അതുവഴി പോയപ്പം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടപ്പുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ചെന്ന് ഇതെടുത്ത് നമ്മൾ കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. അപ്പം മുഖം വ്യക്തമല്ല, ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാരാന്ന് അറിയാത്തതുകൊണ്ട് പോക്കറ്റിലൊക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഐഡൻറ്റി കാർഡോ ആധാറോ അങ്ങനെ ഒരു പ്രൂഫും ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാനലുകാരെ വിളിച്ചു, അവർ ഫ്ലാഷ് ന്യൂസൊക്കെ കൊടുത്തു. എന്നിട്ടൊന്നും ആളെ തിരിച്ചറിയുന്നില്ല. അപ്പം നമ്മൾ രാത്രി ഒരു 11 മണി മുതൽ നമ്മൾ രാവിലെ 7 മണി വരെ ഈ ബോഡിക്ക് കാവലിരുന്ന് ആൾക്കാരായാലും വരുന്നുണ്ടോ നോക്കി നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ ഇട്ടു, നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇട്ട് ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, മുഖം തിരിച്ചറിയത്തില്ല, ഇന്ന ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് ആർക്കും അനക്കമില്ല. പിറ്റേന്ന് ഒരു 10 മണി 11 മണി ആയപ്പോഴാണ് ഈ മരിച്ച ആൾക്കാർ വരുന്നത്. അതിനകത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇടിച്ച് കിടന്ന തൊട്ടുമേളി ഒരു 200 മീറ്റർ 300 മീറ്ററിനകത്ത് തന്നെ വീടുള്ള ആളാണ് ഈ മരിച്ച് കിടന്നത്, അവിടെ കിടന്നത്. അപ്പോൾ പിറ്റേന്ന് 11 മണിക്കാണ് അവർ ഇത് അറിയുന്നതും തിരിച്ചറിയുന്നതും. അങ്ങനെ കേസുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന ഒരു 90% ആക്സിഡൻറ്റുകളിലും നമ്മൾ കൊണ്ട് ചെല്ലുന്നു, നമുക്ക് പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ആരാണ് കൊണ്ടുവന്നതെന്നൊന്നും ഇവരെ തിരക്കാറുമില്ല, ചോദിക്കാറുമില്ല, നമ്മളത് കേൾക്കാൻ കാത്തു നിൽക്കാറുമില്ല. അങ്ങനെ നിശ്ചല ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതാരാ കൊണ്ടുവന്നേ, എങ്ങനായിരുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മളെ വിളിക്കുകയും നമ്മളോട് മോനെ നന്നായി ചെയ്തത്, വലിയ ഉപകാരം, അവർ രക്ഷപ്പെട്ടു, നിങ്ങളുടെ കാരണമാണെന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. എങ്കിലും ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ പറയത്തില്ല. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ ഈ 10 വർഷത്തിനിടെ കണ്ട ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു അപകടം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ 10 വർഷത്തിനുള്ളിൽ ആക്സിഡൻറ്റ് കേസ് തന്നെയാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ആക്സിഡൻറ്റുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇതായിട്ട് തോന്നിയത് നമ്മുടെ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പത്തനംതിട്ട GH ഒരു കുഞ്ഞിനെ, ഒരു മോനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവന് നിലവിൽ ഈ ചെന്നിയുടെയൊക്കെ അസുഖം വരുന്ന ഒരു കുഞ്ഞു പയ്യനാണ്, അസുഖം നിലവിലുള്ള ആളാണ്. പെട്ടെന്ന് ചെന്നി വന്നു, പെട്ടെന്ന് ചെറിയ ജീവനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് താലൂക്ക് ഹോസ്പിറ്റലിലെ നേഴ്സുമാരുൾപ്പെടെ, ഡോക്ടറും നേഴ്സും ഉൾപ്പെടെ എൻ്റെ ആംബുലൻസിൽ കയറിയാണ് വരുന്നത്. അത് നമ്മൾ കൊണ്ടുപോയത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല, പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് മാക്സിമം നോക്കി, നമ്മുടെ ഒരു വണ്ടി എത്രയും മാക്സിമം സ്പീഡിൽ ഓടിക്കാവോ അത്രയും മാക്സിമം സ്പീഡിൽ ഓടിച്ച് നമ്മൾ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ കുഞ്ഞ് ഡെത്തായിപ്പോയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ കുറേ സമയം അവിടെ ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ രക്ഷിച്ച കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ളവർ നമ്മളെ വിളിക്കാറുണ്ട്. പിന്നെ ഈ ആംബുലൻസിനകത്ത് നമ്മുടെ ഏറ്റവും വലിയൊരെന്ന് പറഞ്ഞാൽ ഈ പൈസയുടെ ഒരു പ്രശ്നം. അത് ഞങ്ങളുടെയല്ല, ചില ആൾക്കാരെയും കൊണ്ട്, രോഗികളെയും കൊണ്ട് വീട്ടുകാർ വരുമ്പം അവരുടെ നിസ്സഹായ അവസ്ഥ, അതായത് അവരുടെ പൈസ ഇല്ലാത്ത അവസ്ഥ. ഒരു ആംബുലൻസ് വിളിച്ച് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോകാനും കോട്ടയം മെഡിക്കൽ കോളേജൊക്കെയാണ് നമ്മുടെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ റെഫറൻസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൊണ്ടുപോകാൻ കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യം, അവർ വിഷമിച്ച് നിൽക്കുകയും മറ്റേ സർക്കാർ വണ്ടി ഉൾപ്പെടെ, സർക്കാർ വണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ 2300-2500 രൂപയെന്ന് തോന്നുന്നു, അത് കെട്ടിവയ്ക്കാതെ വണ്ടി വിട്ടു കൊടുക്കത്തില്ല. പൈസ നമ്മൾ മുൻകൂർ കെട്ടിവയ്ക്കണം. അപ്പോൾ അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത നിന്ന് ഒരുപാട് പേരെ നമ്മൾ കൊണ്ടുപോവുകയും പിന്നീട് അതിനകത്ത് പല ആൾക്കാരും നമുക്ക് പൈസ തന്നിട്ടുണ്ട്. എങ്കിൽ പോലും പല ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട് അവർ രക്ഷപ്പെട്ടാൽ കഴിയുമ്പോൾ ചിലപ്പം കൂടുതലും ഈ അച്ഛൻ അമ്മ അങ്ങനെയുള്ളവരെയൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രായം ഉള്ള ഒരു വീട്ടിലെ
പ്രായം ചെന്ന ആളുകളാണ്, അതായത് അവരുടെ വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അമ്മ അങ്ങനെയുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് പിന്നീട് വിളിച്ചിട്ട് രക്ഷപ്പെട്ട് കഴിയുമ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും മോനെ ഓർക്കാറുണ്ട്, എപ്പോഴും മോന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുമുണ്ട്. കുറേ അനുഭവങ്ങൾ. പിന്നെ ഈ ആംബുലൻസ് ഫീൽഡിൽ വന്ന ആരും പിന്നീട് മറ്റൊരു ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ്? അതൊരു ക്രേസാണ്. ഓരോ ദിവസം കഴിയും തോറും ഇപ്പം ഞാൻ 10 വർഷമാകാൻ പോവുകയാണ് ഈ ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിനോട് ഒരു മടുപ്പും തോന്നില്ല, കൂടുതൽ ആവേശം തോന്നും. ലാഭം ഉണ്ടായിട്ടാണോ? അല്ല ലാഭം ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണല്ലോ. നമ്മളെങ്ങനെ എന്നെ ഡ്രൈവിംഗ് ആണ് നമ്മുടെ തൊഴിൽ. നമ്മുടെ തൊഴിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് കുടുംബമുണ്ട്, മക്കളുണ്ട്. അപ്പം എനിക്ക് വീടില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ വീട് വയ്ക്കുകയും വസ്തു വാങ്ങിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇതിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ രാപകലില്ലാതെ കഷ്ടപ്പെടും. ഇപ്പം ഈ 10 വർഷത്തിനുള്ളിൽ നന്നായിട്ട് ഉറങ്ങിയ ഒരു ദിവസം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ല. സത്യസന്ധമായിട്ട് പറയാം, ഈ നിമിഷം വരെ ഒരു കോള് പ്രതീക്ഷിക്കും. ഈ 10 വർഷത്തിനുള്ളിൽ നന്നായിട്ട് ഒരു രാത്രി ഒരു 9 മണി തൊട്ട് ഒരു രാവിലെ 6 മണി വരെ ഉറങ്ങിയ ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പകൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുതലൊന്നും ഉറക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരത്തില്ല. രാത്രി കിടന്നാൽ അങ്ങനെ ഉറക്കം വരത്തില്ല. രാത്രിയിൽ എങ്ങനെയായാലും രാത്രിയിൽ എന്തെങ്കിലും ഒരു ഓട്ടം ഉറപ്പായിട്ട് വരും. അപ്പോൾ ഉറങ്ങിയിട്ടില്ല, ഒരു 10 വർഷമായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ്. ഭാര്യ, മക്കൾ, പിന്നെ എൻ്റെ കുടുംബക്കാർ. ഏത് നിമിഷവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരും. ഇറങ്ങിയപ്പോൾ അവർക്കതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഇപ്പം ചിലപ്പം രാത്രി ഒരു 12 മണിക്കായിരിക്കും ഒരു ഓട്ടം വരും, പോകാൻ തുടങ്ങും. കൊത്തില്ല പോകണ്ട എന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസുകാരനെ സംബന്ധിച്ച് വിഷയമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആ ഒരു വിഷയമില്ല. അവർക്കറിയാം, അവർക്കും ഒരു സന്തോഷമാണ്. പിന്നെ അവർക്ക് പേടിയുണ്ട് നന്നായിട്ട്. നമ്മൾ ഇത്രയും സ്പീഡിലൊക്കെ വാഹനം ഓടിച്ചു പോകുന്നു. നമുക്ക് മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, പേടിയുണ്ട്. പിന്നെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ എൻ്റെ ഫാമിലി എല്ലാം നല്ല സപ്പോർട്ട്. എൻ്റെ നാട്ടുകാരും കട്ട സപ്പോർട്ടാണ്. എൻ്റെ നാട്ടുകാരെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മളോട് കട്ട സപ്പോർട്ടാണ്. പിന്നെ കുറ്റവും കുറവും പരദൂഷണമൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പം ചിലപ്പോൾ നമ്മൾ ചില കേസുകളൊക്കെ എടുക്കുമ്പം ഞാൻ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊന്ന് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ചിലർക്ക് ഭയങ്കര ഈഗോ. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് അവൻ അങ്ങനെ ചെയ്തു, അവൻ ചുമ്മാ ഷോ കാണിക്കുക, അങ്ങനൊരു സംസാരമുണ്ട്. നമ്മളവരെ മൈൻഡ് ചെയ്യാറില്ല. എങ്കിലും അങ്ങനെ പറയുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, അതൊരു ഷോ ഒന്നുമല്ല. ഒരു ദിവസം ഞങ്ങൾ എടുക്കുന്ന ഒരു എമർജൻസി നിങ്ങൾ വന്നൊന്ന് എടുത്തു നോക്കണം. അല്ലെങ്കിൽ ആ എമർജൻസി സിറ്റുവേഷൻ, ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാളെ ഇറമ്പി വന്ന് ചിലപ്പോൾ കണ്ടാൽ തല ഇറങ്ങി വീഴുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ വിമർശിക്കുന്നത്. അപ്പോൾ അവർക്കൊട്ട് ഇത് പറ്റുമോ അതുമില്ല. നമുക്ക് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടായിരിക്കും. അതെ, അത് തന്നെയല്ല. നമുക്ക് ഇത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. കാര്യം നമ്മളെപ്പോഴും കാണുന്നത് രക്തവും മോശമായ ഒരു മനുഷ്യൻ്റെ മോശമായ സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അത് എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. ഇത് പറ്റാത്ത ആൾക്കാരാണ് നമ്മളെ വിമർശിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മളെ വിമർശിക്കുന്നതിനോട് അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും വിമർശിക്കല്ലേ. ഇപ്പം ഈ കിടക്കുന്നവരെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ ഒന്നുമല്ല, ആരെയോ ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ, നമ്മുടെ ഫാമിലിയെ, നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ചിന്തിക്കാതെ ഒരു സേവനം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട്. അല്ല ദൈവമേ ആ വണ്ടി പോന്നു, ആ വണ്ടിയെ പോകുന്നവരെ ആ വണ്ടിയൊക്കെ ഒന്ന് കാത്തോണേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആംബുലൻസ് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ചിലപ്പോൾ കുരിശ് വരയ്ക്കും, ഇങ്ങനെ കാണിക്കും, ചിലപ്പോൾ കുരിശ് വരയ്ക്കും. അത് അവരുടെ ഒരു നല്ല മനസ്സാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വിമർശനം ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ആംബുലൻസ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് ഞങ്ങളെന്തോ വലിയ കൊള്ളക്കാരെന്നുള്ള രീതി. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ചേട്ടാ. ഞങ്ങളുടെ പത്തനംതിട്ട GH നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ ഒരു ടാക്സി പോകണമെന്നുണ്ടെങ്കിൽ 3500-4000 രൂപ ഒരു ടാക്സിക്ക് റേറ്റ് മേടിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറോട് ഇത്ര രൂപ, 4000 രൂപയാണ് കോട്ടയത്ത് പോകുന്നത് പറഞ്ഞാൽ അവർ ബാർഗെയിൻ ചെയ്യത്തില്ല. ഓക്കെ പറഞ്ഞാൽ അവർ കയറിപ്പോവും, അവിടെ ചെല്ലും, ഈ 4000 രൂപ കൊടുക്കും. ആ സമയത്ത് നമ്മൾ ഈ ജീവൻ പണയം വെച്ച് നമ്മുടെ വണ്ടി, ഒരു ടാക്സി പോകാതെ അവർ കട്ടറൊക്കെ ചവിട്ടി ഇറക്കുന്നത്, അവരുടെ വണ്ടി സൂക്ഷിച്ച്, നമ്മുടെ വണ്ടി ഒരു 10,000 കട്ടറിൽ ചാടി ഗിയറൊക്കെ വലിച്ചു പറിച്ചിട്ട്
കാലുകൂടെ നമ്മുടെ വണ്ടി നശിപ്പിച്ചാണ് നമ്മൾ ഇത് ഓടിച്ചു പോകും, നമ്മുടെ ജീവനും ഇതിലാക്കിയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു 3500 രൂപയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളോട് ബാർഗെയിൻ ചെയ്യും. അതെന്തോ ഇത്രയും വലിയ റേറ്റ്, എത്ര രൂപ തരണം, എത്ര കുറയ്ക്കും? അപ്പോൾ അത് ഇല്ലാത്തവർ ചോദിച്ചാൽ നമ്മൾ ഓക്കെയാണ്. അവർ 3000 തന്നാലും സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ലെ പിന്നീട് തരാം. നമ്മൾ പോകുന്ന ഓട്ടങ്ങളിൽ പലതും അന്നേരം പൈസ കിട്ടുമല്ല. ഒരു എമർജൻസി കേസ് അറിയാതെ പെട്ടെന്ന് വരുന്നതല്ലേ, അവരുടെ പൈസ കാണത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇന്ധനം അടിച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും മോനെ നാളെ തരാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമ്പരൊക്കെ മേടിക്കും. നമുക്ക് അറിയാവുന്നവരൊന്നുമല്ല. ശരിയെന്ന് പറയാം, ഓക്കെ എന്ന് പറയും. ചിലർ ഒരു 90% ആൾക്കാർ മാന്യമായിട്ട് അത് നമുക്ക് ഇട്ട് തരും, വിളിച്ചിട്ട് തരും. ചിലർ മനഃപൂർവ്വം തരത്തില്ല. അപ്പം നമ്മൾ അവരെ വിളിക്കും, ചേട്ടാ പൈസ വന്നിട്ട്, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും ചേട്ടാ പൈസ വന്നിട്ട് തരണേ. അപ്പോൾ അവർ നമ്മളോട് ചൂടാകും. അതെന്തുവാ എപ്പോഴും വിളിക്കുന്നത്, അങ്ങ് തരത്തില്ലയോ പൈസ? അപ്പം നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളെന്തോ വലിയ ക്രൂരത ചെയ്തു. പക്ഷേ അവർ ചിന്തിക്കണം, അവർ പൈസ ഇല്ലാത്ത നിന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഇന്ധനം അടിച്ച് നമ്മുടെ ജീവൻ പണയം വെച്ച് എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് ഇവരുടെ ജീവൻ രക്ഷിച്ച് കഴിയുമ്പം നമുക്ക് ഇങ്ങനെയുള്ള അനുഭവം ഭയങ്കരമായിട്ടുണ്ട്. നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് മാനസികമായിട്ട് വിഷമം വരും. കാര്യം ഇവരും ഭയങ്കര മോശമായിട്ട് നമ്മളോട് സംസാരിക്കും. ഇനി ഇങ്ങോട്ട് വിളിക്കരുത്, പൈസ അങ്ങ് തരും എന്നൊക്കെ പറയും. അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ എമർജൻസി ആക്സിഡൻറ്റ് വലിയ അപകടം പറ്റിക്കിടക്കുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു പ്രൊസീജിയറും നടക്കുകയല്ല. നമ്മൾ ചെല്ലുക, പെട്ടെന്ന് പിന്നെ ന്യൂറോട്ടോളിയാണെങ്കിൽ പെട്ടെന്ന് വലിച്ചിറക്കുക, പെട്ടെന്ന് കയറ്റി കൊണ്ടങ്ങ് പോവുക എന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഒരു മെത്തേഡും നോക്കി നമുക്ക് ആംബുലൻസ് ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, ബിലീവേഴ്സ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ചില സംഘടനകൾ ആംബുലൻസുകാർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ വരും. അപ്പം പെട്ടെന്ന് അറ്റാക്ക് വന്ന ഒരാളെ എന്ത് ചെയ്യണം, ഷോക്ക് അടിച്ച് കിടക്കുന്നത് ആൾക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കൊണ്ടുപോകണം, അല്ലെ ആക്സിഡൻറ്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് കിടക്കുകയും പെടലി ഒടിഞ്ഞ് കിടക്കുകയും ഏത് രീതി നമ്മൾ കൊണ്ടുപോകണമെന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കും. അത് നല്ലതല്ലെന്നല്ല പറയുന്നത്, അത് ബേസിക്കലി അവരൊരു പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. അവർ പറയുന്നത് കറക്റ്റാണ്, അങ്ങനെ ചെയ്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. പക്ഷേ ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നിടത്ത് നമുക്കിതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് ഇതെടുക്കുക, ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അവരെ കുറ്റം പറയുമല്ല, അവർ 100% അവർ പറയുന്നത് കറക്റ്റാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്നത് കറക്റ്റാണ്. ഞങ്ങളതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ സംഘടനകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിലവിൽ പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വാഹനത്തിന് വരുന്ന കേടുപാടുകളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ റോട്ടിലൂടെ ഈ പരിധി വിട്ട് 100-ലും 110-ലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്പീഡ് ക്യാമറകളൊക്കെ ഉണ്ട്. ഇത് ഈ ആംബുലൻസുകൾക്ക് ബാധകമാണോ? അല്ല, നമുക്ക് സ്പീഡ് ബാധകമല്ല. സീറ്റ് ബെൽറ്റ് മറ്റെല്ലാ പെറ്റികളും നമുക്ക് വരും. സ്പീഡ് മാത്രം നമുക്ക് സ്പീഡ് അടിക്കും. പക്ഷേ എങ്കിൽ ആംബുലൻസിന് അവർ ഇന്നേ വരെ പെറ്റി കിട്ടിയിട്ടില്ല. സീറ്റ് ബെൽറ്റൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് ബെൽറ്റിനൊക്കെ പെറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാധാരണ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ആംബുലൻസ് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇതിന് പീരിയഡിക്കലായിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ നടത്താറുണ്ട്. ഉറപ്പായിട്ട് നടത്താം, അല്ലാതെ പറ്റത്തില്ല. എന്തൊക്കെ കേടുപാടുകളാണ് ഇതിന് പ്രധാന? ഏറ്റവും കൂടുതൽ വരുന്ന ടയർ. ഇപ്പം നോർമൽ 4 ടയർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 50,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാം. ആംബുലൻസിനാണെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ കൂടുതൽ ഓടാൻ പറ്റത്തില്ല. അത്യാവശ്യം ഒരു തേയ്മാനം കഴിഞ്ഞാൽ പിന്നെ ഇതിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പം വഴിയിലായി പോകും. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ഒരു ചെക്കിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടയർ നോക്കുമ്പോൾ കട്ടശാലം കുറവ് കാണിച്ചാൽ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളവിടെ വെഹിക്കിൾ സാറന്മാർ വന്ന് ചെക്ക് ചെയ്യാം. ആംബുലൻസിന് പ്രത്യേക ചെക്കിങ് ഉണ്ട്. വന്ന് അവർ വന്ന് നോക്കും. നോക്കിയിട്ട് കൂടുതലും ചെയ്യുന്നത് എക്സ്ട്രാ ലൈറ്റുകൾ വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ്. പക്ഷേ അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉള്ളത് കൊണ്ട് അത് ശരിയാണ്, വെക്കാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ ആംബുലൻസ് പോലെ ഒരു വാഹനത്തിന് ഹോണ് നോർമൽ ഹോണേ വയ്ക്കാൻ പറ്റത്തുള്ളൂ ആംബുലൻസിന്. പക്ഷെ അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ആ നോർമൽ ഹോൺ അടിച്ചാൽ എന്ത് സൗണ്ട്, ചെറിയൊരു സൗണ്ട്, ഒരു എമർജൻസി, ഒരു നല്ല എമർജൻസി കൊണ്ടുപോകുമ്പോൾ ആ ഹോൺ അടിച്ചാലൊന്നും ഒരു ആൾക്കാരും വണ്ടി മാറ്റത്തില്ല. നമുക്ക് ഇച്ചൂടെ വോളിയുള്ള ഹോണുകൾ ഞങ്ങൾ വെക്കും. പക്ഷെ അതിനൊക്കെ പെറ്റിയടിക്കും. എക്സ്ട്രാ ലൈറ്റ് ഫോഗ് ലാമ്പ് വെച്ചാൽ പെറ്റിയടിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയും, ഇത് കാണുന്ന അധികൃതർ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് നൈറ്റൊക്കെ ഈ എമർജൻസികൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ നോർമൽ വണ്ടിക്കകത്ത് വരുന്ന ഹെഡ്ലൈറ്റിൽ ആ ഒരു പ്രകാശമില്ല. നമുക്ക് ഇത്ര എമർജൻസി ഓടിച്ചു പോകാനുള്ള ഒരു വെട്ടമില്ല. അതുകൊണ്ടായിരിക്കും ഒരു എക്സ്ട്രാ ലൈറ്റൊക്കെ ഞങ്ങൾ വെക്കുന്നതിൻ്റെ കാര്യം.
ഞാൻ പറഞ്ഞല്ലോ പത്തനംതിട്ട കോന്നി എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഞങ്ങളുടെ മലയോര ഗ്രാമമാണ്. അപ്പോൾ ഈ തണ്ണിത്തോട്, തേക്കുതോട്, കൊക്കാത്തോട്, ഗവി ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് നമ്മളൊരു എമർജൻസി എടുക്കാൻ പോയി, ഒരു കേസ് എടുക്കാൻ പോയാൽ, രാത്രിയിൽ പോയാൽ, പകൽ കുഴപ്പമില്ല, നല്ല ഫോഗ് ലാമ്പ് ഇല്ലാതെ നമുക്ക് ഒരു കാരണവശാലും, കാലാവസ്ഥ വളരെ മോശം കാടാ, നല്ല എല്ലാ ജീവികളും ഉള്ള കൊടും കാടാ. അപ്പം നമ്മൾ അതിനകത്തു നിന്ന് നമ്മളൊരു എമർജൻസി എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോർമൽ വെട്ടത്തിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. കാര്യം റോഡിലൊക്കെ ആന ഇറങ്ങി നിൽക്കും, പതിവായിട്ട് ആന ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നല്ല വെട്ടമുള്ള ഒരു 2 ഫോഗ് ലാമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു എമർജൻസി വിളിച്ചാൽ ഈ ലൈറ്റ് ഇല്ലാതെ നമുക്ക് പോയി പെടാൻ ഭയങ്കര പാടാണ്. ഒന്നാമതേ അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ മഞ്ഞും കാരണമായിട്ട് ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഒരു 5000 രൂപയുടെ ഫൈൻ അടിച്ചു. ആ തേക്കുതോട് തണ്ണിത്തോട് തന്നെ ഓടുന്ന ഒരു വണ്ടി, ഒരു ട്രസ്റ്റിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു, അതിന് 2 ഫോഗ് ലാമ്പ് വെച്ചു എന്ന് പറഞ്ഞാൽ 5000 രൂപ ഫൈൻ അടിച്ചു. ഫൈൻ വേണം, മോഡിഫിക്കേഷന് നോർമലായിട്ടുള്ളതിന് കുഴപ്പമില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനൊക്കെ ഫൈൻ അടിക്കണം. പക്ഷേ ആംബുലൻസ് പോലുള്ള ഒരു വാഹനത്തിന് കുറച്ചുകൂടെ ഒരു മോഡിഫിക്കേഷനായിട്ട് കണക്കാക്കാൻ ഒരു വിട്ടുവീഴ്ച, അതായത് അതിൻ്റെ ഒരു പിന്നെ കാരണം ഒരു ഒന്ന് നോക്കിയിട്ട് ഇതിനൊരു 2 ലൈറ്റ് വെച്ചാൽ കുഴപ്പമില്ല, അതില്ലാതെ പറ്റില്ല. ആംബുലൻസ് ആരും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വാഹനമല്ല. അല്ല, ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഇതിനൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല. പക്ഷേ 2 ഫോഗ് ലാമ്പൊക്കെ വെക്കാനും നല്ല 2 റൂട്ട്സിൻ്റെയൊക്കെ 2 ഹോണ് വെക്കാനുള്ളൊക്കെ അനുമതി കൊടുക്കുന്നതിനോട് കൊടുക്കണമെന്നാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്. വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ, കാര്യം പാടാ ചെറിയ ഹോൺ വെച്ചോളാം. ഇനി നിങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് മലമ്പ്രദേശമാണ്, പത്തനംതിട്ട ജില്ല. അപ്പോൾ ഈ ശബരിമലയിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ ഈ കാടുകളിൽ നിന്ന് എന്തൊക്കെ അത്യാഹിതത്തിനാണ് പൊതുവേ വിളി വരാറുള്ളത്? ഇപ്പം നമുക്ക് ഈ കൊക്കാത്തോട് ആ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദിവാസി ഊരുകളിൽ നിന്ന് നമുക്ക് വിളി വരാറുണ്ട്. ഇവർ വിളിക്കും. നമ്മൾ കൊണ്ടുവന്ന വണ്ടിയെ, അതിപ്പോൾ നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയെ പോലും പ്രസവം വരെ നടന്നിട്ടുണ്ട്. കൊണ്ടുവരുന്ന ഒരു ഗർഭിണിയായ കുട്ടിയെ കൊണ്ടുവരുമ്പം 2 തവണ ആംബുലൻസിൽ തന്നെ ഡെലിവറി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവർ ആശുപത്രിയിലേക്ക് പോകാനൊക്കെ ആശുപത്രി തയ്യാറെന്ന് പറഞ്ഞാൽ ഇവരങ്ങ് കൂടുതൽ പറ്റിക്കഴിയുമ്പോഴേ ഇവർ ഈ ആംബുലൻസ് പോലുള്ള സംവിധാനം വിളിക്കത്തുള്ളൂ. നോർമലി അങ്ങനെയുള്ള ഊരുകളിൽ അവിടെ തന്നെ പ്രസവമൊക്കെ അങ്ങ് നടക്കുകയാണ് ചെയ്യാറുള്ളത്. വലിയ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് വിളിക്കുന്നത്, അങ്ങേയറ്റം പറ്റുമ്പോഴാണ് വിളിക്കുന്നത്. വലിയ പാടാണ് അവിടുന്ന്. നമ്മൾ അത് തന്നെയല്ല, കൂടെ കയറി ചെന്ന് ഇത് എടുത്തുകൊണ്ട് വരുന്നതൊക്കെ വലിയ പാടാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് പെട്ടുപോകും. എന്ത് കേസിനൊക്കെ സാധാരണ ഇങ്ങനെയുള്ള കേസ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പുലിയും ഒക്കെയുള്ള എല്ലാ ജീവികളും ഉള്ള കാടാണ്. അപ്പം പുലിയൊക്കെ ആക്രമിച്ചിട്ടുണ്ട് മനുഷ്യരെ. പക്ഷേ ഞങ്ങളുടെ ഇവിടെ കൊക്കാത്തോട് വലിയ പൂപ്പന്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പൊന്നമ്പൂ എന്ന് പറഞ്ഞ് കാട്ടിൽ കിട്ടുന്ന ഒരു പൂവുണ്ട്. അത് കുറച്ച് ഉൾക്കാട്ടിലോട്ട് പോയി ശേഖരിച്ച് കൊണ്ടുവന്ന് ആണ് കൊടുക്കുന്നത്. അതിന് നല്ല വിലയുള്ള, മാർക്കറ്റിൽ നല്ല പൈസ ഉള്ളതാണ്. അങ്ങനെ എല്ലാവരും ആ പൂ പറിക്കാൻ പോകത്തില്ല. കാട്ടിൽ പോയി അവിടെയൊക്കെ താമസിച്ച് നല്ല എക്സ്പീരിയൻസും, കാട്ടിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ പൂ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഉൾക്കാട്ടിലാണ് പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ജീവികളും പുലി ഉൾപ്പെടെ കടുവ ഉൾപ്പെടെ എല്ലാം ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ. അപ്പം ഒരു ചേട്ടൻ ഈ പൊന്നമ്പൂ ശേഖരിക്കാനായിട്ട് പോയി, അദ്ദേഹത്തെ പുലി പിടിച്ചു. അപ്പോൾ പോയിട്ട് ഒരു 2 ദിവസമായിട്ട് കാണാനില്ല. അങ്ങനെ ഫോറസ്റ്റ് സാറുമാരും അവിടെയുള്ള വനസംരക്ഷണ സമിതിയുടെയൊക്കെ ആൾക്കാരുണ്ട്, അവരെല്ലാവരും കൂടി കാട്ടിൽ കയറി തിരഞ്ഞപ്പോഴത്തേനെ ഇദ്ദേഹത്തെ പുലി പിടിച്ച് മരിച്ചു. അപ്പം ശരീരം എന്ന് പറഞ്ഞാൽ തലഭാഗം മാത്രം നല്ല ക്ലിയർ ആയിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി താഴോട്ട് ഒന്നുമേ ഇല്ല, ഫുള്ള് പുലി തിന്നു. അപ്പോൾ അത് എടുക്കാൻ പോയത് ഞാനാണ്. അപ്പോൾ നമ്മൾ ആംബുലൻസ് കുറച്ച് ഭാഗം വരെ അവിടെ ചെല്ലത്തുള്ളൂ, പിന്നെ ഫുള്ള് ഓഫ് റോഡാണ്. ഈ 4 വീലർ ഡ്രൈവ് ഉള്ള വണ്ടി മാത്രമേ കയറത്തുള്ളൂ. അങ്ങനെ ഫോറസ്റ്റിന് തന്നെ ജീപ്പേൽ 4 വീലുള്ള ജീപ്പേ നമ്മൾ സ്ട്രെച്ചറുമായിട്ട് പോയി കാട്ടിൽ പോയാണ് ഇത് എടുത്തുകൊണ്ട് വന്നത്. അപ്പം അതെടുത്തത് ഞാനാണ്. അപ്പം അങ്ങനെ കാട്ടിൽ അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങ് എത്തിപ്പെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. രാത്രിയും കൂടാണ് നല്ല പാടാണ്. അങ്ങനെ ഒത്തിരി ഇത്. പിന്നെ ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് തമിഴ്നാട് കമ്പം സ്വദേശികളാണെന്ന് തോന്നുന്നു, ഒരു തമിഴ്നാട് ഫാമിലി ഒരു ഇനോവയിൽ അവർ 8 പേരോളം, 4 കുഞ്ഞുങ്ങളും 4 മുതിർന്നവരും ഉണ്ട്. അവർ വന്ന് വേറെ ഒരു വണ്ടിയായിട്ട് ആക്സിഡൻ്റായി. അവരുടെ ഇനോവയും വേറൊരു വണ്ടിയും കൂടെ. അതൊക്കെ പറക്കിയത് ഞങ്ങളുടെ വണ്ടികളും വേറെ 1-2 വണ്ടിയുമാണ് അതെല്ലാം എടുത്തേ. അപ്പം അതെന്ന് പറഞ്ഞാൽ
എല്ലാവർക്കും നല്ല ഒരു 2 പേർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും നല്ല പരിക്കായിരുന്നു. അതിനകത്ത് ഒരു മോളുണ്ടായിരുന്നു, 10 വയസ്സ് 11 വയസ്സാണെന്ന് തോന്നുന്നു. മോളെ നമ്മൾ കൊണ്ടുപോയി, നമ്മൾ മാക്സിമം രക്ഷപ്പെടുത്താൻ നോക്കി, മോള് മരിച്ചുപോയി. ബാക്കി ആൾക്കാർക്കെല്ലാം വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ നമ്മൾ കൃത്യസമയത്ത് എത്തിക്കുകയും ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ് നമ്മൾ എത്തിച്ചത്. അവിടുന്ന് പിന്നെ അടുത്ത ഹോസ്പിറ്റലിലൂടെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് നിന്നുകൊണ്ട് അതിനകത്ത് അവിടുത്തെ ഞങ്ങളുടെ കോന്നി സ്റ്റേഷനിലെ CI സാറുണ്ട്, ശ്രീജിത്ത് സാറ് ബിലീവേഴ്സ് ഹോസ്പിറ്റലൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് അനുമോദനമൊക്കെ തന്നായിരുന്നു. അവിടെ ഞങ്ങൾക്ക് മൊമെൻറ്റോ ഒക്കെ തന്നായിരുന്നു. അതിൻ്റെ കാര്യം ആ ഡോക്ടേഴ്സും പോലീസും ഉൾപ്പെടെ അതിനകത്ത് പറഞ്ഞു. അത്രയും ക്ലിയറായിട്ട് ആംബുലൻസുകാർ അവിടെ എത്തിക്കുകയും മറ്റ് ഹോസ്പിറ്റലിലോട്ട് എമർജൻസി ആയിട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു 4 മരണമെങ്കിലും സംഭവിക്കേണ്ട തരത്തിലുള്ള വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം അത് ഞങ്ങൾ അങ്ങനെ ജീവൻ രക്ഷിച്ചുകൊണ്ട് നമുക്ക് അവരെ വിളിച്ച് മൊമെൻറ്റോ ഒക്കെ തന്നു. വലിയൊരു ഫംഗ്ഷൻ വെച്ച് അവിടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ. എന്നിട്ട് CI സാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് ഞങ്ങളെ അനുമോദിക്കുകയും ഞങ്ങൾക്കൊരു ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ മൊമെൻറ്റോ തന്നു. അങ്ങനെ കുറേ കേസുകൾ. പിന്നെ ഇതിനൊപ്പം പറയേണ്ടതാണ്, ഈ അപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട ആളുകളെ വീട്ടിലേക്ക് എത്തിക്കുന്നതും ആംബുലൻസിൽ തന്നെ. അതെ. അപ്പോൾ അത്തരത്തിലൊരു അനുഭവം മരണപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊറോണ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം അപൂർവം വിരലിലെണ്ണാവുന്ന ദിവസം നമ്മൾ വീട്ടിൽ കയറിയിട്ടുള്ളൂ, വീട്ടിലോട്ട് പോയിട്ടുള്ളൂ. ഫുള്ള് നമ്മുടെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നമ്മൾ കിടക്കുക. ഫസ്റ്റ് കൊറോണ സ്ഥിരീകരിച്ച് അത് നമ്മുടെ സ്ഥലത്ത് തന്നെ, റാന്നി, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അന്നേരം തൊട്ട് ഇതിനൊരു അങ്ങേയറ്റ ശമനം വരുന്ന സമയം വരെ 1.5 വർഷം ആ ഒരു ടൈമിൽ ഫുള്ള് ഞങ്ങൾ കൊറോണ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഒരു 8-9 മാസത്തോളം PP കിറ്റിനകത്തൊന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഭയങ്കര പ്രശ്നമായി PP കിറ്റ് ഇടുന്നത്. ഒരു അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് ഭയങ്കര ടയേർഡായി പോകും. ഇഷ്ടം പോലെ ആൾക്കാരെ അതിനകത്ത് അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കൊറോണ സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ ബന്ധുക്കൾ ആരെയും നമ്മൾ അതിൻ്റെ പ്രോട്ടോക്കോൾ കാരണം അടുപ്പിക്കത്തില്ല. ഒരുപാട് പേരെ കൊണ്ടുപോയി പിന്നെ മരണപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോയി ചിതയെ വെച്ച് കർമ്മം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഇഷ്ടം പോലെ ആ 1.5 വർഷത്തിനുള്ളിൽ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും കൊറോണ വിട്ട് വന്നുമില്ല. അവസാന നിമിഷത്തിലൊക്കെ PP കിറ്റ് ഒന്നും വിടാതെ മാസ്ക് പോലും വയ്ക്കാതെ പോയി ഞങ്ങൾ കൊറോണ പേഷ്യൻറ്റിനെ എടുത്തിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് കൊറോണ വന്നിട്ടില്ല. ഒത്തിരി പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രളയം, പിന്നെ വയനാട് ദുരന്തം. വയനാട് ദുരന്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു 4-5 ആംബുലൻസ് ജില്ലയിൽ നിന്ന് ഈ വയനാട് പോയിട്ടുള്ളൂ. ഈ സന്നദ്ധ പ്രവർത്തകർ അതിലൊരു വണ്ടി നമ്മുടെ വണ്ടിയായിരുന്നു. നമ്മുടെ വണ്ടിയിൽ മാക്സിമം കൊള്ളാവുന്ന ഫുള്ള് സാധനങ്ങളുമായിട്ട് പോയി ഒരു 2 ദിവസം നമ്മൾ വയനാടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ വയനാട് നമ്മൾ വണ്ടി കയറ്റി വിട്ടു. അപ്പോൾ അവിടെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. വണ്ടി അങ്ങനെ ചെല്ലുന്ന ആംബുലൻസ് എല്ലാം കയറ്റി വിടത്തില്ല. ഇപ്പോൾ നമ്മളവിടെ ചെന്ന് ഒരു 5 മണിക്കൂറോളം വെളിയിൽ കിടന്നു നമ്മൾ. അതിനുശേഷം നമ്മുടെ വണ്ടി കയറ്റി വിട്ടു. അവിടെ നമുക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് പേരെ അവിടുന്ന്, അതായത് പിന്നെ മറ്റേ ചൂരൽമലയല്ല, മുണ്ടക്കൈ അവിടുന്ന് നമുക്ക് ആൾക്കാരെ എടുക്കാൻ പറ്റി, നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റി. പിന്നെ പ്രതിഫലമൊന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ ഈ വയനാട് വരെ പോയത് നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ച്, പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നമ്മുടെ കുറേ ചേട്ടന്മാരും കുറേ ആൾക്കാരൊക്കെ നമുക്ക് തന്നു. നമ്മൾ ഇന്നടത്തോട്ട് പോകുന്നുണ്ട്, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരാണുള്ള സാധനങ്ങൾ, ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ ഒക്കെ നമുക്ക് തന്ന് സഹായിച്ചു. അത് നമ്മളവിടെ കൊണ്ട് കൃത്യമായിട്ട് എത്തിച്ചു. 2 ദിവസം അവിടെ തങ്ങി. പിന്നെ അവിടെ നമ്മൾ നിൽക്കാഞ്ഞതിൻ്റെ കാര്യം, പിന്നെ അവർ ഒരു വ്യവസ്ഥ വെച്ചായിരുന്നു. ഈ ഒരുപാട് പ്രൈവറ്റ് ആംബുലൻസുകാർ ഇതറിഞ്ഞ് അവിടെ ചെന്നു സഹായത്തിന് വേണ്ടി. അപ്പോൾ എല്ലാ വണ്ടിയും കയറ്റി വിടാനും വണ്ടികളെല്ലാം കൂടെ അവരെ ബ്ലോക്കും മൊത്തത്തിൽ എന്ന് വെച്ചാൽ എല്ലാം ഇതായിട്ട് കിടക്കുമല്ലേ, വണ്ടികളൊക്കെ നിയന്ത്രിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അവർ കുറച്ച് സർക്കാർ ആംബുലൻസുകളും ട്രസ്റ്റുകളുടെ ആംബുലൻസും മാത്രം കളക്ട് ചെയ്തിട്ട് ബാക്കി വണ്ടി നിൽക്കേണ്ട പൊക്കോളാൻ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടികളെല്ലാം കിടക്കുന്നതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആവുക വീണ്ടും. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമായിരുന്നു. അവിടുത്തെയും അനുഭവം, നമ്മുടെ പാലം പണിതില്ലേ, പട്ടാളം, നമ്മുടെ സൈന്യം പാലം പണിത് ആ സമയത്ത് ഞങ്ങളവിടെ ഉണ്ട്. ഞങ്ങൾ നിൽക്കുമ്പോൾ അത് പണിതുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഈ മരണപ്പെട്ട ആൾക്കാരെ, അതായത് അവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ഹാളിലും സ്കൂൾ റൂമുകളിലും പ്രൈവറ്റ് ആംബുലൻസുകാരുടെ മൊബൈൽ മോർച്ചറിയും ട്രസ്റ്റുകളുടെ മൊബൈൽ മോർച്ചറിയും ഹോസ്പിറ്റലുകളുടെ മൊബൈൽ മോർച്ചറിയും കളക്ട് ചെയ്തിട്ട് അതിനകത്താണ് ഈ മരണപ്പെട്ട
മൃതദേഹങ്ങൾ വെച്ച്. മൃതദേഹവും നമുക്ക് പറയാൻ പറ്റില്ല. ചിലരുടെ അരയ്ക്ക് താഴോട്ടേ ഉള്ളൂ, ചിലർക്ക് അരയ്ക്ക് മേപ്പോട്ടേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ, ചെറിയ ചെറിയ അവയവങ്ങൾ മാത്രമുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള DNA ടെസ്റ്റിന് വിടാനും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. ഭീകരാവസ്ഥ. അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ ഇപ്പോൾ ധാരാളമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ മൃതദേഹവുമായിട്ട് അവരുടെ സ്വദേശത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ട് ഇഷ്ടം പോലെ. ഞങ്ങൾ വൺ സൈഡ് 4200 കിലോമീറ്ററൊക്കെ വൺ സൈഡ് പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 8500 കിലോമീറ്ററോളം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോയിട്ടുള്ളത് ബംഗാൾ സിലഗുഡി എന്ന് പറഞ്ഞ സ്ഥലമാണ്. സിലഗുഡി. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ജോലി ചെയ്യുന്നത് ഈ ബംഗാൾ സിലഗുഡിക്കാരാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ ചെന്നാൽ ഒറിജിനൽ കേരളമാണ്. കവുങ്ങ്, തെങ്ങ്, നമ്മുടെ നാട്ടിലെ അതേ വീട്. അവിടെ ചെന്നാൽ ശരിക്കും കേരളം. അവിടെ അവർ സംസാരിക്കുന്ന പോലും മലയാളത്തിലാണ്. എന്നുവെച്ചാൽ 10, 15, 20 വർഷമായിട്ടൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ ജോലി ചെയ്ത ആൾക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സിലഗുഡി ഞങ്ങൾ കുറേ തവണ പോയിട്ടുണ്ട്. കുറേ ലോങ് പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ സിലഗുഡിയിലാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു മെയിൻ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ അവിടെ ഏഴംകുളം ചായലോട് ഹോസ്പിറ്റലുണ്ട്, മൗണ്ട് സിയോൺ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇവിടം വരെ വരണം, പിന്നെ ബംഗാളിന് ഓരോ ഓട്ടം ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ ഡോക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് നോർമൽ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത് എയർ ആംബുലൻസിന് അവിടെ എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നോർമൽ റോഡ് മാർഗം കൊണ്ടുപോകാനേ പറ്റത്തില്ല. കാര്യം പുള്ളിക്ക് പെട്ടെന്ന് അറ്റാക്ക് വരികയും അതിൻ്റെ കൂടെ സ്ട്രോക്കും കൂടെ വന്നിട്ട് ഫുള്ള് ഒരു മരണപ്പെട്ട ആട് കൂട്ടി ഇങ്ങനെ കിടക്കുക. മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂബിനകത്തൂടെ നമ്മൾ ജ്യൂസ് പോലെ എന്തെങ്കിലും മാത്രം കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കണം ആവശ്യമുള്ളപ്പം. അപ്പോൾ അത് ഒന്നിലൊരു ICU വണ്ടിക്കും അത് ഡോക്ടർ പറഞ്ഞില്ല, ICU വണ്ടിക്കും കൊണ്ടുപോകാൻ പറ്റുമെന്ന് പുള്ളി പറഞ്ഞില്ല. എയർ ആംബുലൻസ് ആണ്, അതിനെ പറ്റത്തുള്ളതാണ് പുള്ളി തറപ്പിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവരുടെ ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചു. അവർ ഫാമിലിയായിട്ട് 15 വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്ന സംസാരിച്ചപ്പോൾ വെറും ഒട്ടും പാവങ്ങളാണ്. അവർക്ക് നോർമൽ ആംബുലൻസിന് ഇവിടുന്ന് പോകാനുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലും പ്രശ്നമൊക്കെ. അവർ പറഞ്ഞു, ബായി നമുക്ക് എയർ ആംബുലൻസിന് പോയിട്ട് ആംബുലൻസിന് പോലും പോകാനുള്ള നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനൊരു അവസ്ഥയായപ്പോൾ അവർക്കും മനസ്സിലായി ഇത് ഒരു കാരണവശാലും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഓപ്ഷനുണ്ട്, നിങ്ങളിവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം. പോകുന്ന വഴിക്ക് ഡെത്ത് സംഭവിച്ചാൽ ഹോസ്പിറ്റലിന് ഉത്തരവാദിത്തമില്ല. ഈ ഫുൾ ഉത്തരവാദിത്തം ഈ ഫാമിലിയും കൊണ്ടുപോകുന്ന ആംബുലൻസുകാരും ഏറ്റെടുക്കുകയാണെങ്കിൽ, എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ ശ്രമിക്കാം. ഞങ്ങളൊരു 3-4 ഓക്സിജൻ സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേഴ്സുമാരൊന്നുമല്ല, നമുക്ക് ഈ ട്യൂബിനകത്തൂടെ ജ്യൂസ് രൂപേണ ഉള്ള ഇത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഒരു 10-15 മിനിറ്റ് നേഴ്സും ഡോക്ടറും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റും, പ്രാഥമികമായിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കാണിച്ചു തന്നു. കണ്ടതിന് ശേഷം അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ, ചായലോട് ഹോസ്പിറ്റലിൽ എഴുതി വെച്ചു. പോകുന്ന വഴിക്ക് ഡെത്ത്. അപ്പം ഡോക്ടർ 100% പറഞ്ഞത് പിന്നെ അവിടെ ചെല്ലത്തില്ല, അതിനുള്ള മാർഗമില്ല, റോഡ് മാർഗം ഇത് കൊണ്ടുപോയാൽ മരണപ്പെടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ. അങ്ങനെ അവരും പറഞ്ഞു, അവർ ഭയങ്കര കരച്ചിലായിരുന്നു. അവർ പറഞ്ഞു, പോകുന്ന വഴിക്ക് മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ, നമുക്ക് ഇങ്ങനെ കിടക്കാൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ആസിഫ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഡ്രൈവർമാർ. നേരെ പോയി കറക്റ്റ് 3600 കിലോമീറ്ററോളം വൺ സൈഡ് ഉണ്ട്, 3400, 600 എത്രയുണ്ട് വൺ സൈഡ് കൊണ്ടുചെന്നു. ഞങ്ങൾ അവരുടെ ഗ്രാമത്തിലോട്ട് ചെല്ലുന്നതിന് 1 കിലോമീറ്ററിന് ഇപ്പുറത്ത് ഞങ്ങൾ ചെന്നപ്പം ആ ഗ്രാമം മൊത്തം ഇളകി നിൽക്കുക, ഉത്സവത്തിന് നിൽക്കുന്ന പോലെ നിൽക്കുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക, നമ്മുടെ വണ്ടി വരുന്നതും ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ പ്രിയപ്പെട്ട ഒരാളാണ് നാട്ടിലെ ഇദ്ദേഹം, ഈ വയ്യാത്ത ആൾ. ചെന്നപ്പോൾ 1 കിലോമീറ്ററിനപ്പുറത്തെ ജനങ്ങൾ മൊത്തം ഇളകി ഉത്സവത്തിന് നിൽക്കുന്ന പോലെ നിൽക്കുക. വന്ന് അവർ നമുക്ക് വഴി ഒരുക്കി തന്നെ നമ്മുടെ ആംബുലൻസിൻ്റെ പുറകെ അവർ വരിക. ഒരു 10,000 പേര് കൂടുതലുണ്ട്. വന്ന് കൊണ്ട് ഞങ്ങളെ ഇറക്കുന്നു. ഇപ്പം ഞങ്ങളെ കുറച്ച് പേര് വന്ന് ഞങ്ങളുടെ വണ്ടി മാറ്റിയിട്ടപ്പോൾ തന്നെ കുറച്ച് പേര് വന്ന് ഞങ്ങളുടെ വണ്ടി കഴുകുന്നു, ആംബുലൻസ് കഴുകുന്നു. ഞങ്ങളെ കുറേ പേര്, അവിടുത്തെ ഊരിലെ ഒരു മെയിൻ ആൾ കാണുമല്ലോ അവരുടെ സ്ഥലത്തെ, അദ്ദേഹം വന്നു ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവന്ന് അവരുടെ ഒരു വീട്ടിൽ കൊണ്ടുവന്നിരുത്തി കിടന്നുറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് പോന്നാൽ മതി. അപ്പോൾ അവർ നമുക്ക് പോരാൻ നേരത്ത് 2 കിഴി, അതായത് അവിടുത്തെ ഒരു സിസ്റ്റമാണ്, അവരിങ്ങനെ പൈസ ശേഖരിച്ച് വയ്ക്കും.
ചില സന്നദ്ധ പ്രവർത്തനത്തിനോ അങ്ങനെയുള്ള എന്തിനോ അവർ ചെയ്യുന്ന അവരുടെ ഒരു ആചാരം പോലെ. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും പോരാൻ നേരത്ത് ഓരോ കിഴി, അപ്പോൾ അതിനകത്ത് ഏകദേശം 2500-3000 പൈസ ഒരെണ്ണത്തിനകത്ത് വെച്ചുണ്ടായിരുന്നു. പിന്നെ അവരുടെ നാട്ടിലെ നാടൻ കോഴിയെ അവർ കൊന്നിട്ട് വേവിച്ച് ചോറും കറിയും എല്ലാം വെച്ച് ഞങ്ങൾക്ക് പൊതി ഞങ്ങൾക്ക് തിരിച്ചു പോയി ഞങ്ങൾക്ക് വരുമ്പം കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് കെട്ടി വലിയ കവറിനകത്താക്കി. എന്നിട്ട് തേയില അവിടെ ഫുള്ള് അവർക്ക് കൃഷികളുണ്ട്, തേയില അങ്ങനെയുള്ള കൃഷികൾ. ഞങ്ങൾക്ക് തേയില അങ്ങനെ കുറേ സാധനമെല്ലാം നമുക്ക് തന്നുവിട്ടു. തിരിച്ച് നമ്മൾ വന്നു. അപ്പോൾ അതിനകത്ത് ഭാഷയെന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, സിലുകുടിക്കാരൻ, ഈ റിലേഷനാണ്. പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ ജോലിക്ക് നിൽക്കുന്ന. 8 മാസം 9 മാസം കഴിഞ്ഞപ്പം ഈ പുള്ളി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, അതൊരു ദൈവഹിതമായിരിക്കാം. അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്നു. ഈ ഞങ്ങൾ കൊണ്ടുപോയ ആൾ അവരുടെ ഫാമിലി തിരിച്ച് ജോലിക്ക് കേരളത്തിൽ വന്നിട്ട് ഞങ്ങളെ വന്ന് കണ്ടു. ഭയങ്കര സന്തോഷമായിരുന്നു. വന്ന് കണ്ട് സംസാരിച്ചു, സന്തോഷം അറിയിച്ചു. അങ്ങനെ കുറേ ഇതുണ്ടായിട്ടുണ്ട്. തരത്തിലിങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ട് ഇഷ്ടം പോലെ. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കൊരു കേസ് ഞങ്ങൾ പോയപ്പം ഈ പ്രളയം പോലെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണവും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അന്ന് ഞങ്ങൾ ഇതുപോലെ ഫുള്ള് മഴയാണ്, റോഡ് പോലും നമുക്ക് കാണത്തില്ല, വൃത്തിയുള്ള റോഡാണെന്നോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിലൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു 100-110 കിലോമീറ്റർ കാടാണ്. ഈ കാട്ടിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അവിടുത്തെ ആ വഴി ഒരു പാലമാണ്. ആ പാലം കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ കേന്ദ്രസേന, പട്ടാളം, പോലീസ്, അത്രയ്ക്ക് എമർജൻസി ഉള്ള ആംബുലൻസ് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. വേറെ സ്വകാര്യ വാഹനങ്ങളൊന്നും വിടില്ല. ഒരു ബൈക്ക് പോലും കയറ്റി വിടത്തില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി സമയമായപ്പോൾ അവിടെ ചെല്ലുന്നേ. അപ്പോൾ നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അവർ ആംബുലൻസാണ്, പേഷ്യൻ്റുണ്ട്, കയറ്റി വിട്ടു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നല്ല മഴയും പ്രശ്നങ്ങളൊക്കെ ആയ കാരണം പോയ വഴിക്ക് ഒരു ഇടയ്ക്ക് വെച്ച് ഒരു ടയർ കുഴിക്കകത്തായിട്ട് എഡ്ജടിച്ച് പോയി. അപ്പോൾ അന്നേരം സ്റ്റെപ്പിനി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു വിധത്തിൽ പിന്നെ മഴ നനഞ്ഞ് സ്റ്റെപ്പിനി ഇട്ട് ഓടിച്ച് കുറേ ദൂരം കാട് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് കയറി. കുറേ കഴിഞ്ഞപ്പോഴത്തേനെ ഈ അടുത്ത ടയറും പോയി. ഇതെന്ന് വെച്ചാൽ കുഴിയാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല കുഴി. വെള്ളം നിറഞ്ഞ് റോഡിൽ കിടക്കുന്നുണ്ട്, വലിയ കുഴിക്കകത്തങ്ങ് ചാടുക. പിന്നെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു കുറേ അതുവഴി ആൾക്കാർ പോലും പോകാത്ത സ്ഥലമാണ്. ഒരു ചേട്ടൻ വന്ന് ചേട്ടനോട് സംസാരിച്ചപ്പം ചേട്ടൻ ഒരു സംവിധാനം ചെയ്ത് ഒരാളെ വിളിച്ച് വരുത്തി ടയർ ഇടിപ്പിച്ചു. അങ്ങനെ ആ പൂക്കി തന്നെ 4 തവണ നമ്മുടെ ടയർ പ്രശ്നമായി. സംസ്ഥാനത്താണ് അത് ഞങ്ങൾ പോയത്. അത് ബംഗാളാണ്, സിലഗുഡിയല്ല. അതും ബംഗാളാണ്, സിലഗുഡിയല്ല, വേറൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അരുണാചൽ പ്രദേശ് പോയിട്ടുണ്ട്. ബാസിഘട്ട്, അരുണാചൽ പ്രദേശ്, അവിടെ എല്ലാം പോയിട്ടുണ്ട്. എംബാം ചെയ്ത് ബോഡി കൊണ്ട് പോയിട്ടുണ്ട്. എംബാം ചെയ്ത് ആംബുലൻസിൽ ബോഡി കൊണ്ട് പോയിട്ട്. ആ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഫ്ലൈറ്റിന് കൊണ്ടുപോകണമെങ്കിൽ ആധാർ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ അവരുടെ ആധാറില്ല, ഐഡൻറ്റി കാർഡോ എന്തോ ഉള്ളൂ. അപ്പോൾ ഫ്ലൈറ്റിൽ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എംബാം ചെയ്ത് നമ്മളെ വണ്ടിയെ തന്നെ ഈ പ്ലാസ്റ്റിക്കിനകത്ത് എംബാം ചെയ്യുന്നുണ്ട്. അത് പെട്ടിയില്ലാതെ പ്ലാസ്റ്റിക് എംബാം ചെയ്ത് പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ് തരും. അങ്ങനെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് പ്രതിഫലം കിട്ടാറുണ്ട്? അത് കിട്ടാറുണ്ട്. കിട്ടാന്ന് വെച്ചാൽ ഒന്നീ ഇവരൊരു കൺട്രാക്റ്റിൻ്റെ കീഴിലായിരിക്കുമല്ലോ ജോലി ചെയ്യുന്നത്. ആ പൈസ അവർ തരും. അങ്ങനെ പൈസ കിട്ടാതിരുന്നിട്ടില്ല, അവർ തരും. പിന്നെ ഇവർക്ക് എനിക്ക് തോന്നുന്നു സർക്കാരിൽ നിന്ന് 2 ലക്ഷം രൂപ കിട്ടും. ഈ മരണപ്പെട്ട 2 ലക്ഷം രൂപ ഇൻഷുറൻസ്. അത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്ത് എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ ഉണ്ട്, അതവർ രജിസ്റ്റർ ചെയ്താൽ കിട്ടും. പിന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ശബരിമല നമ്മുടെ ജില്ലയിൽ. അപ്പം ഏറ്റവും ശബരിമലയിലെ ഏറ്റവും പ്രശ്നങ്ങൾ മൊത്തം കൊണ്ടുവരുന്നത് കോന്നി മെഡിക്കൽ കോളേജും പത്തനംതിട്ട താലൂക്ക് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടുതലും അയ്യപ്പന്മാരൊക്കെ മല കയറുമ്പോൾ അറ്റാക്ക് വന്ന് മരണപ്പെടുകയും അങ്ങനെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടുണ്ട്. അത് കൂടുതലും ചെന്നൈ, പിന്നെ തെലുങ്കാന ചെന്നൈ ഏറ്റവും കൂടുതൽ, ഡെണ്ടുകൾ ഒക്കെ ഒത്തിരി. ശബരിമലയിൽ പോയ രോഗിനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. സീസണിൽ ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ സ്റ്റോളുണ്ട്. അത് സന്നദ്ധ സംഘടനയുടെ എല്ലാം ഉണ്ട്, സേവാഭാരതിയുടെ ഉണ്ട്, DYFIയുടെ ഉണ്ട്, അങ്ങനെ സ്റ്റോളുകളുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് അവിടെ ആംബുലൻസിന് അല്ലാതെ ഡയറക്റ്റ് വിളിക്കുവാണെങ്കിലും പോകാം. അപ്പോൾ പോയി ഇങ്ങനെയുള്ള കേസുകൾ മൊത്തം ഞങ്ങളാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ സംവിധാനമില്ല അവിടെ. കൂടുതലും പത്തനംതിട്ടയിലെ ആംബുലൻസുകൾ തന്നെയാണ് അവിടെ നിന്ന് എടുക്കുന്നത്. സർക്കാർ സംവിധാനം കഴിഞ്ഞാൽ പിന്നെ മൊത്തം നമ്മളാണ് എടുക്കുന്നത്. അപ്പം ഈ ചിലരിങ്ങനെ സംസാരിക്കും, നമ്മൾ ഈ പിന്നെ ബംഗാൾ സ്വദേശികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അവർ പൈസ തരത്തില്ല, പ്രശ്നമാണെന്നൊക്കെ.
ഒന്നുമല്ല. നമ്മൾ പോയ കേസിലൊക്കെ വളരെ സ്നേഹത്തോടെ അവർ കാണിച്ച സ്നേഹം എനിക്ക് തോന്നുന്നു മലയാളികൾ പോലും കാണിച്ചിട്ടില്ല. പക്ഷെ തമിഴ്നാട് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നമ്മുടെ വണ്ടി തല്ലി പൊട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് അത് ഇവർ ഈ തമിഴ്നാട്ടിൽ എന്താ അവരുടെ ഒരു ആചാരം പോലെ. നമ്മൾ ഈ ഒരു അല്ല, ഇത് ഏത് രോഗിയെ കൊണ്ട് പോയപ്പോഴാണ്? രോഗിയല്ല, ഇവിടെ കൂടുതലും നമ്മൾ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അയ്യപ്പന്മാർ മരണപ്പെടുന്നത് കൊണ്ടാണ് ചെല്ലുന്നത്. ഇവർ ചെല്ലുമ്പോഴേ ഈ പറഞ്ഞ പോലെ ആ ഒരു നാട് മൊത്തം ഇളകിയാണ് നിൽക്കുന്നത്. നമ്മളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ആവേശം. ഇവർ ഡോറൊക്കെ നമ്മൾ തുറക്കുന്നത് ഇവർ വലിച്ച് തുറന്ന് ഇടിച്ചങ്ങ് കയറി ഈ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചങ്ങ് കളയും. അടിച്ച് വന്നിട്ട് ചിലർ പൈസ തരും, ചിലർ പൈസ തരത്തില്ല. ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ച കേസ് ഇഷ്ടം പോലെ ഉണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. അത് ഏത് ബോഡി കൊണ്ട് ചെന്നാലും അവരിങ്ങനെ ചെയ്യാറുള്ളത്. അത് വേറൊരു സംസ്ഥാനത്ത് കണ്ടിട്ടില്ല. ഇല്ല, വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ പോയ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ബംഗാൾ പോലുള്ള അല്ലെങ്കിൽ പിന്നെ കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ മര്യാദയ്ക്കും നമ്മളോട് ഡീൽ ചെയ്തിട്ടുള്ളത് അവരാ. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ആംബുലൻസ് ഓടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ആംബുലൻസ് വരുമ്പോൾ വഴിമാറിത്തരും അങ്ങനെ തന്നെ ഇല്ല. പക്ഷെ അതിന് കേരളമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെറ്റർ. ഇപ്പം തമിഴ്നാട്, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ തമിഴ്നാട് കുറ്റം പറയുമല്ല, തമിഴ്നാട്ടിൽ ഓട്ടം പോയ കേസൊക്കെ ഇവർ വണ്ടി മാറ്റത്തേ ഇല്ല. റോഡിൽ സ്വാഭാവികമായിട്ട് തന്നെ അങ്ങനെ തന്നെ പോകും. മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിലും അതൊക്കെ തന്നെ. പക്ഷേ കേരളത്തിൽ ചില ആൾക്കാർ കാണിക്കുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഈഗോയുടെ പ്രശ്നമാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. ചിലർ കാണിക്കുന്ന പ്രശ്നം അവിടേക്ക് മാറ്റിത്തരത്തേയില്ല വണ്ടി. അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. അവരിത് ശ്രദ്ധിക്കത്തില്ല. നമ്മളൊരു അലാറം ഇട്ട് ലൈറ്റ് ഇട്ട് ഹോൺ അടിച്ച് ചെന്നാൽ അവർ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ മലയാളികൾ നമ്മുടെ നാട്ടിൽ അതിനൊക്കെ ഏറ്റവും ബെറ്റർ ചില ആൾക്കാരേ ഉള്ളൂ. ഈ റോങ് ആയിട്ട് കയറി വരികയും നമ്മൾ ഓൺ അടിച്ച സൈഡ് തരാത്തേക്ക് ചില ആൾക്കാർ. ഇപ്പം ഞാൻ കൂടുതലും നമ്മളൊരു ആംബുലൻസിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജെൻസി പിള്ളേരാണ്. ഒരു ആംബുലൻസ് ബ്ലോക്ക് ആയി കണ്ടാൽ നിമിഷം നേരം കൊണ്ട് ഒരു ബൈക്കൊക്കെ വച്ചിട്ട് പടയെന്ന് വന്ന് സംവിധാനം ഉണ്ടാക്കി തരും കയറിപ്പാനെ. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളപ്പോൾ ഏറ്റവും ഒരു മോശം അനുഭവം ഉണ്ടായത് എവിടെ വെച്ചാണ്? ബംഗാൾ ഓട്ടം പോയപ്പോഴാണ്. അവിടെ ഇച്ചിരി ഈ ജാതീയമായിട്ട് പ്രശ്നമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ചെന്നപ്പോൾ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ, അങ്ങനെ ചോദിച്ചു. പേരെന്തുവാന്ന് ചോദിക്കും ആദ്യമേ. ഇപ്പം ഞാൻ പറഞ്ഞു അനു, നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ? ഞാൻ പറഞ്ഞു ഹിന്ദു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ആസിഫുണ്ട് കൂടെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അന്ന് ചോദിച്ചങ്ങനെ. അപ്പം ആസിഫിനോട് ചോദിച്ചു പേരെന്തുവാന്ന് ചോദിച്ചപ്പോൾ ആസിഫ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് ആ മുസൽമാനെ അപ്പോൾ ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രശ്നം പോലെ ഉണ്ട്. അത് ഞാൻ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞതല്ല, നമുക്കുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പൈസ തരാതിരിക്കുമോ മോശമില്ല, പക്ഷെ അവരിത് കൃത്യമായിട്ട് ചോദിക്കും, ഏത് ജാതിയാന്ന് ചോദിക്കും. പക്ഷെ അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അല്ല നമ്മളെ ദ്രോഹിക്കുമോ നമ്മളെ ചീത്ത വിളിക്കുമോ നമ്മളോട് മോശമായിട്ട് പെരുമാറുമൊന്നുമില്ല. വളരെ സ്നേഹത്തോടെ അതൊക്കെ ചോദിക്കുമെങ്കിലും അവർ വളരെ മര്യാദയായിട്ടും സ്നേഹത്തോടെ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. പക്ഷെ അവരത് ചോദിക്കും. ഇങ്ങനെ കേരളത്തിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്? കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെ സാധാരണ നമ്മളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഈ ജോലിയെ ബാധിക്കുന്ന കേസ് കേട്ടാ അങ്ങനെ ഉണ്ടാവാറുണ്ട്, നന്നായിട്ടുണ്ടാവാറുണ്ട്. എന്താണെന്നറിയത്തില്ല. ഒരു ഇപ്പം നമ്മൾ ഒരു ബോഡി ആണെങ്കിൽ പോലും നമ്മളത് എടുക്കുമ്പം നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ഇതില്ല. അതൊന്ന് എടുത്ത് വയ്ക്കുന്നതിനോ ചെതയിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊന്ന് പിടിച്ചോണ്ട് പോകുന്നതിനോ ഒന്നും ഇല്ല, നമുക്കില്ല. പക്ഷേ ചില ആൾക്കാർക്കുണ്ട്. പലയിടത്തും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി നമ്മൾ പിടിച്ച് കൊണ്ടുവന്ന് അങ്ങോട്ട് മാറി നിൽക്കുക, നിങ്ങളങ്ങ് മാറിയെന്നു ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ കൊണ്ടുവന്നത് നമ്മളെ എടുത്തത് നമ്മളെല്ലാം വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇറക്കാൻ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പം അത് നമ്മുടെ ആരോ ആണെന്നുള്ള ഒരു ഇതുപോലെ നമ്മൾ ചെല്ലുന്നേ. അപ്പം നമ്മളോട് മോശമായിട്ട് ഒത്തിരി അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇന്ന ജാതി മതം അങ്ങനെയല്ല, പല ആൾക്കാരും അവർക്കെന്തോ ഒരു ഞങ്ങൾ തൊട്ടാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള അതങ്ങനെ ഒത്തിരി അടുത്ത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സന്തോഷകരമായ ഒരു അനുഭവം പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ ഒരു ചാനലിനകത്ത് ഇത് പറഞ്ഞിട്ടുള്ള ഈ ലഹരിക്ക് അഡിക്റ്റ് ആവുന്ന ആൾക്കാർ, അപ്പോൾ അവരെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളോട് എത്തിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കാറുണ്ട്. കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ വിളിക്കാറുള്ളത്. ഇപ്പോൾ ഇതുപോലെ പ്രശ്നമുണ്ട്, ഭയങ്കര വയലൻ്റാണ്, നമുക്ക് പിടിച്ച് കെട്ടിക്കൊണ്ട് പോകാം, മാനസിക പ്രശ്നം, വെള്ളം അടിച്ചിട്ട് അഡിക്റ്റായി പോകുന്നവർ, അല്ലെങ്കിൽ കഞ്ചാവ് MDMA ഒക്കെ അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ.
അപ്പം നമുക്ക് ഒരു കുറച്ച് പിള്ളേരുണ്ടോ നമുക്ക്. അപ്പം ഞങ്ങൾ ഒരു 5-6 ആൾക്കാരൊക്കെ ആയിട്ടാണ് പോകുന്നത്. പോയി ബലപ്രയോഗമൊക്കെ നടത്തി പിടിച്ച് കെട്ടിയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ചീത്ത വിളിക്കും. ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കും. നമ്മളെ ആരും വിളിക്കാത്ത പോലുള്ള ചീത്ത വിളിക്കും. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന പിള്ളേർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് അടി കിട്ടിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട് ഇവർ. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ അവർ സ്വന്തം ഒരു മനസ്സിൽ ചെയ്യുന്നതല്ല, അവരുടെ ആ മാനസിക പ്രശ്നത്തിൽ അവരങ്ങ് ചെയ്തു പോകുന്ന. ഇതെല്ലാം ചെയ്യുകയും നമ്മളെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവരെ നമ്മൾ കൊണ്ടാക്കിയിട്ട് അതിനകത്തൊരു 90% ആൾക്കാരും തിരിച്ചു വരുമ്പോൾ നോർമലായിട്ടാണ് വരുന്നത്. ഇതൊക്കെ നിർത്തി നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത്. വന്നു കഴിയുമ്പോൾ പല ആൾക്കാരും നമ്മളെ തേടി വരുന്നവരുണ്ട്, ചിലപ്പം യാദൃശ്യമായിട്ട് കാണുന്നവരുണ്ട്. വളരെ സ്നേഹത്തോടെ നമ്മളോട് എന്നോട് പറയും, ചേട്ടാ അന്ന് ചീത്ത വിളിച്ചു, അടിക്കാനൊക്കെ വന്നു ചേട്ടാ, അത് നല്ല മനസ്സോടൊന്നും ചെയ്തതല്ല, ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വെള്ളോടി എല്ലാം നിർത്തി, നന്നായി, അന്ന് നിങ്ങൾ കൊണ്ടുപോയോണ്ടാണ് ഇങ്ങനൊരു ഇതുണ്ടായി എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലർ മൈൻഡ് ചെയ്യത്തില്ല, ചിലർ ഇത് നിർത്താൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതുപയോഗിച്ച് വീണ്ടും പ്രശ്നമാവുന്നവരുണ്ട്. അപ്പോൾ ഈ കൊണ്ടുചെല്ല നമ്മൾ ഈ പിടിച്ച് കെട്ടുകയൊക്കെ ചെയ്യുമ്പോഴേ ഇവർ നമ്മളെ എന്തോ ഭയങ്കര ഒരു എന്തോ പറയുന്നത് ഭീകര ജീവിയെ പോലെ കാണുന്നത്, നമ്മളെന്തോ അവരെ ദ്രോഹിക്കാൻ ചെന്ന പോലെ. പക്ഷെ അവരോടൊക്കെ പിന്നെ നമ്മൾ പറയും, ഈ പിടിച്ച് കെട്ടി കഴിയുമ്പോഴും പറയും, ചേട്ടാ ബഹളം ഉണ്ടാക്കാതെ, ഇത് ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, ഞങ്ങൾക്ക് കൂടി വന്നാൽ നമ്മുടെ വണ്ടിയുടെ ചാർജ് കിട്ടും, കൂടെ പിള്ളേരെ കൊണ്ടുപോയാൽ അവർക്ക് എന്തെങ്കിലും ചില്ലറ പൈസ കൊടുക്കും, അത്രയേ ഉള്ളൂ. നമുക്കതിനകത്ത് ഒരു നേട്ടവും ഇല്ല. പക്ഷേ നമ്മളിത് കൊണ്ടുപോയിട്ട് ഇവർ രക്ഷപ്പെട്ടാൽ അവരുടെ കുടുംബത്തിനല്ലേ നല്ലത്. അതെ, ആ കൊണ്ടുപോകുന്ന ആൾക്കാർ അവരുടെ ഫാമിലിക്ക് നല്ലതാണ്. അത് ചിന്തിക്കത്തില്ല ചില സമയത്ത്. അങ്ങനെ ഇഷ്ടംപോലെ കേസുണ്ട്. നമ്മളിങ്ങനെ ഈ രോഗിയുമായിട്ടല്ലെങ്കിൽ ആംബുലൻസിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് തന്നെ അപകടം നേരിട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഉണ്ട്. വണ്ടി മിക്ക സമയത്തും വണ്ടി സൈഡ് തട്ടലുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടി തന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ നമ്മുടെ പയ്യനുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ്, അവൻ കൊണ്ടുപോയി വേറെ വണ്ടി ശ്രദ്ധിക്കാതെ കയറി വന്ന് ഇടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ വണ്ടി ഒരുപാട് തവണ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് ആക്സിഡൻറ്റ് പറ്റി ചെക്കപ്പിന് കൊണ്ടുപോയ പേഷ്യൻറ്റിനെയും കൊണ്ട് പോയ സമയത്ത് വീണ്ടും വണ്ടി ഇടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് നല്ല തകരാറൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്തുമായാലും വണ്ടിക്കകത്ത് പോയവർക്കൊന്നും അല്ലെ ഡ്രൈവർമാർക്കൊന്നും വലിയ വിഷയം ഉണ്ടായിട്ടില്ല. ഇനിയും ഇത് തന്നെ തുടരാനാണ്? തീർച്ചയായിട്ടും. ഇത് നമ്മളെ എന്ന് വരെ ഇത് തുടർന്ന് പോകാൻ പറ്റുമോ അതുവരെ ഇത് ചെയ്യാൻ തന്നെ ആഗ്രഹം. പിന്നെ ഇതിപ്പം 108 അങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഓട്ടോ ഒക്കെ വലിയ മടുപ്പാണ്. ആംബുലൻസ് ഫീൽഡ് തന്നെ പ്രതിസന്ധിയിലാണ്. 108 വന്നതുകൊണ്ട് നമുക്ക് ഇതില്ല, കെറുവില്ല. പക്ഷെ അതിനകത്തും നമുക്ക് പറയാനുള്ളത് 108 നല്ലതാണ്. പാവം പിടിച്ച ആൾക്കാർക്ക്, രോഗികൾക്ക് ഒരു പൈസയും മുടക്കാതെ പോകാൻ പറ്റിയ ഒരു സംവിധാനം. പക്ഷേങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം 108. ഇപ്പം നമ്മൾ നിലവിൽ കണ്ടുവരുന്നത് നല്ല പൈസ ഉള്ളവർ വന്നിട്ടും നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻ്റ് വരെ 108 വിളിപ്പിച്ച് ഡോക്ടറെയും കൊണ്ട് വിളിപ്പിച്ച് ഇവർ കയറി അങ്ങ് പോവുക. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിവൃത്തിയില്ലാത്ത പാവം അനർഹരായ ഒരാൾ കയറി പോകുമ്പോഴായിരിക്കും അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. അർഹത ഉള്ളവർക്ക് വണ്ടി കിട്ടത്തുമില്ല, അർഹതയില്ലാത്തവർക്ക് വണ്ടി കിട്ടും. ഇപ്പം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി തന്നെ ഇപ്പം നമ്മളിവിടെ മുത്തൂറ്റ് ഹോസ്പിറ്റൽ, KM ചെറിയാൻ ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് അല്ലെ പുഷ്പഗിരി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ നമ്മുടെ അവിടെയൊക്കെ പോകുന്നത് സാധാരണ ഒരു ആവറേജ് രീതിയിൽ ജീവിക്കുന്ന നല്ല ഒരു കുറച്ച് പൈസ ഉള്ള ആൾക്കാരാണ് ആ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകാറുള്ളൂ. അവർക്ക് 108 വിളിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അവരുടെ ഒരു സർക്കുലർ വെച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് 108 കൊടുക്കാവുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് 108 വിളിച്ചു കൊടുക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസവും അതിനകത്ത് അങ്ങനെ ഒരു കേസുണ്ടായി. നമ്മുടെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഡോക്ടർ തന്നെ 108 വിളിച്ചു കൊടുത്തു. നമ്മൾ കൊണ്ടു ചെന്ന പേഷ്യൻ്റാണ്. നമ്മൾ മലയാളപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് എമർജൻസി എടുത്തുകൊണ്ട് പോയ ഒരു പേഷ്യൻറ്റിനെ അവർ 108 വിളിച്ചു കൊടുത്തു. ഇപ്പം ഞാനതിന് കുറ്റം പറയല്ലോ. 108 വിളിച്ച് പോകുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക് അവർക്ക് പൈസ കൊടുക്കണ്ട. പക്ഷേ ഞാൻ അതിനെ ഒരു കുറ്റം പറയുകയല്ല. അപ്പം അങ്ങനെയുള്ള കേസ് ഈ പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് നിവൃത്തിയില്ലാത്ത
ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടും. ഒരു 10,000-2,000 രൂപ കൊടുത്ത് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് വണ്ടി കൊടുക്കുകയും ഒരു പൈസയും കയ്യിലില്ലാത്തവർക്ക് വണ്ടി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റായ നടപടിയാണ്. പിന്നെ അത് തന്നെയല്ല, അതിൻ്റെ ആംബുലൻസിൻ്റെ റേറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂസുകളിനകത്തൊക്കെ കാണാം, അല്ലെങ്കിൽ ഒരു വിവരാവകാശ രേഖ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കിലോമീറ്ററിന് 250 രൂപ മേലാണ് ഈടാക്കുന്നത്. കിലോമീറ്റർ 108. അതായത് ഒരു കോട്ടയം ഓട്ടം പോയി തിരിച്ചു വരുമ്പോൾ ആ വണ്ടി വസൂൽ ചെയ്യുന്ന പൈസ ഏകദേശം 6,000-7,000 രൂപയ്ക്കകത്താണ് സർക്കാരിൻ്റെ പൈസ പോകുന്നത്. സർക്കാർ ഈ കമ്പനിക്ക് കൊടുക്കുന്നത് അത്രയും രൂപ. ഒരു കിലോമീറ്ററിന് 250 രൂപ കണ്ടോ, 250 രൂപ പെർ കിലോമീറ്റർ ഈ 108 വാങ്ങിക്കുന്നത്. അതായത് 3 ഇരട്ടി പൈസ. ഒരു നോർമൽ പ്രൈവറ്റ് ഒരു കിലോമീറ്റർ ഓടാൻ പ്രൈവറ്റ് ആംബുലൻസ് 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചാണ്. 40, 50, 60 ആ ഒരു വണ്ടിയുടെ ഇതനുസരിച്ചാണ്. ഇപ്പോൾ IC വണ്ടിയാണെങ്കിൽ ഇത്ര രൂപ, പിന്നെ നോർമൽ ആംബുലൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസ്, അതിനെല്ലാം സർക്കാർ ഒരു പ്രൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രൈവറ്റ് ആംബുലൻസിന് തീരുമാനിച്ചേക്കുന്ന റേറ്റിൻ്റെ 3 ഇരട്ടി പൈസയ്ക്കാണ് ഈ 108 ഓടുന്നത്. അത് നമ്മളല്ല പൈസ കൊടുക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ നികുതി പണമാണ് പോകുന്നത്. അത് സർക്കാർ ഈ കമ്പനിക്ക് കൊടുക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള പൈസയാണ്. ഒരു കിലോമീറ്ററിന് 200-250 രൂപ റേറ്റ് വരും ഒരു വണ്ടിക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ നല്ല പ്രതിസന്ധിയുള്ള ഒരു മേഖലയാണ്. എന്നാലും പിൻവാങ്ങില്ല. അല്ല, നമുക്ക് അതിൻ്റെ ഒരു കാര്യം, നമുക്ക് പേഴ്സണലി നല്ല ബന്ധമുണ്ട് അവിടെ. നമുക്ക് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്താണ് ആൾക്കാർ നമ്മളെ വണ്ടി വിളിക്കുന്നത്. ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്നുമല്ല ഓട്ടം. നമ്മളെ പേഴ്സണൽ നമ്മളുമായിട്ട് ഇഷ്ടമുള്ള നമ്മുടെ സുഹൃത്തുക്കളും നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരും ഒരു ആംബുലൻസിന് ആവശ്യം വന്നാൽ നമ്മളെ വിളിക്കും. അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്നൊന്നും നമുക്ക് ഓട്ടമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ വിളിക്കാറില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാറില്ല. നമുക്ക് അതിൻ്റെ കാമ്പൗണ്ടിന് വെളിയിലേ നിൽക്കാൻ പറ്റൂ, കാഷ്വാലിറ്റി പോലും കയറാൻ പറ്റത്തില്ല. അതെന്താണ് അങ്ങനെ ഒരു അവരങ്ങനെ അതൊരു റൂൾസിൻ്റെ ഭാഗമായിട്ടാണ്. പ്രൈവറ്റ് ആംബുലൻസുകാർ കാഷ്വാലിറ്റിക്കകത്ത് കയറി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. അവിടെ കിടന്ന വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുമൊക്കെ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെന്തുവാ, നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആംബുലൻസ്, പ്രൈവറ്റ് ആംബുലൻസുകൾക്കും ഇടാനൊരു സ്റ്റാൻഡോ, ആശുപത്രി പരിസരത്ത് ഇടാൻ സ്റ്റാൻഡോ ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടിടും. അവിടെ നിന്നൊക്കെ ആവശ്യക്കാരെ വിളിക്കും. അവിടെ കിട്ടുന്നിടത്ത് പെറ്റി കിട്ടും. അതെല്ലാം നമ്മൾ അടയ്ക്കണം. പക്ഷെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ അവർക്കൊരാവശ്യം വന്നാൽ പോലും നമ്മളാണ് ഓടിച്ചെല്ലുന്നത്. ഈ പറയുന്ന ഡെത്തുകൾ, സൂയിസൈഡുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇവിടെ ആറ്റി ചാടുക, തൂങ്ങി മരിക്കുക, വിഷമടിക്കുക, തീപ്പൊള്ളലേറ്റ് മരിക്കുക, അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം വരുമ്പം ഈ പോലീസിൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ പറയുന്നത് പോലീസ് സാറന്മാർ ചെന്നാൽ പോലും ഈ വീട്ടുകാർ സഹകരിക്കത്തില്ല. അതായത് പിടിക്കാനോ എടുത്ത് കയറ്റാനോ ഒന്നും സഹകരിക്കത്തില്ല. അത് മൊത്തം ചെയ്യുന്നത് ഈ പോലീസ് സാറന്മാരും ഞങ്ങളുമാണ് ചെയ്യുന്നത്. ഈ ആറ്റിലൊക്കെ വീണ് മരിക്കുന്നവരുടെ മൃതദേഹമൊക്കെ വികൃതമായ രീതിയിൽ അതെല്ലാം നമ്മൾ ഇപ്പം ഈ എല്ലാം മനുഷ്യരല്ലേ, അപ്പം നമുക്ക് എല്ലാവരും മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം സാറന്മാരൊക്കെ ഇറങ്ങുന്ന കൂട്ടത്തിൽ നമ്മളും അവരുടെ കൂടെ ഇറങ്ങി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സഹായിക്കും. അങ്ങനെയുള്ള എല്ലാ കേസിലും. പിന്നെന്തുവാ, ഇഷ്ടംപോലെ ഈ തൂങ്ങി മരണങ്ങൾ, അതൊക്കെ മിക്ക മരണങ്ങളും ചിലപ്പോൾ 4, 5, 6 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും കാണുന്നത്. പുഴുവരിച്ച രീതിയിലൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പം സ്വന്തം മക്കളോ ഭാര്യയോ അച്ഛനോ അമ്മയോ പോലും തൊടാനോ, എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യ, ആ രീതിയിൽ പോലും തൊടാൻ അറയ്ക്കും. അവർക്ക് പറ്റത്തില്ല. അവർ മാറി നിൽക്കും, നോക്കാൻ പോലും വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സാറന്മാരൊക്കെ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമൊന്നും ഇപ്പോൾ ഈ ആംബുലൻസുകാർ അത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു എടുത്ത് വെച്ചിരുന്ന സാധനം കൊണ്ടുപോയി ഈ ഒരു പുഴു വരിച്ച് കിടക്കുന്ന ഒരു ബോഡി ആംബുലൻസുകാരൻ ചെന്ന് അത് എടുക്കണമെന്ന് ഇതിലും ഒരു പ്രോട്ടോക്കോളിനകത്തും പറയുന്നില്ല. നമുക്ക് നമ്മുടെ പണി ചെയ്താൽ മതി. ആംബുലൻസ് കൊണ്ടുവിടുക, സ്ട്രെച്ചർ കൊടുക്കുക, വേണേ അവരെടുത്ത് വയ്ക്കുക, കൊണ്ടുപോവുക, അത് മതി. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എല്ലാ ആംബുലൻസുകാരും, ഞാനെന്നുള്ളതല്ല, നിലവിലുള്ള എല്ലാ ആംബുലൻസുകാരും ഒരിക്കലും കണ്ടു നിൽക്കത്തില്ല. അതെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ സഹായിക്കും, മാറി നിൽക്കത്തില്ല. അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആരോ ആന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അങ്ങനെ എല്ലാ കേസ് കെട്ടുകളും അങ്ങനെ. ഇങ്ങനെയുള്ള കേസിലെല്ലാം ഈ അച്ഛനും അമ്മയും മക്കളും ഒന്നും സാധാരണ വരാറില്ലെന്നല്ല, വന്നാലും അവരുടെ അച്ഛനാണോ അമ്മയാണോ എന്നുള്ള ഇതൊന്നും അവർ കൊടുക്കാറില്ല.
ഒരു പക്ഷേ വിഷമിച്ച് മാറി നിൽക്കുന്ന വിഷമിച്ച് നിൽക്കുന്നവരും ഉണ്ട്, വിഷമവും ഇല്ലാതെ എന്നാൽ ഇവരങ്ങ് ചെയ്തോട്ടെന്നുള്ള രീതിയിൽ നിൽക്കുന്നവരും ഉണ്ട്. കൂടുതലും അങ്ങനെ